നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ലൈഫ് ചേഞ്ചിങ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. നമുക്ക് പുതിയ നിങ്ങളെ എങ്ങനെ സൃഷ്ടിക്കാൻ നോക്കാം. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളും അനുഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് കാണുന്ന നമ്മളാക്കി മാറ്റുന്നത്. നമുക്ക് കുറേ റിജക്ഷനുകളും നമ്മളെ കുറ്റപ്പെടുത്തലുകളും പിന്നെ നമ്മൾ തന്നെ നമ്മളെ എല്ലാത്തിനും പിൻപോട്ട് വലിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഒരു കുട്ടിക്ക് ഒരു 8 വയസ്സ് വരെ അവരുടെ ഉപബോധ മനസ്സ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഒരു സബ് കോൺഷ്യസ് മൈൻഡ്. കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകളും അതുപോലെ തന്നെ കിട്ടുന്ന ഫീഡ്ബാക്കുകളായിരിക്കും ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾക്ക് നല്ല അറിവുകളും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാൻ ഇടവരരുത്. അവർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്ന കാര്യങ്ങളായിരിക്കണം ചെയ്യിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു കുട്ടി പേടിയോടെ വളർത്തുന്ന ഒരു കുട്ടി നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് പേടി അനുഭവപ്പെടുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. നമുക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്കതിലോട്ട് ഒരു ചെറിയ പേടി വരും. നമ്മൾ ചെറുതിലേ നമുക്ക് റിജക്ഷനുകളും പേടിയോട് കൂടിയാണ് ആ കുട്ടി വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി വളർന്നു വരുമ്പോഴും നമുക്ക് എന്ത് കാര്യം ചെയ്യാനും പേടിയും അതുപോലെ തന്നെ ധൈര്യമില്ലായ്മ ഒക്കെ ആയിരിക്കും. നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് നമുക്ക് വളർന്നു വരുന്ന സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലും ഈ ഭയവും ദേഷ്യവും ഒക്കെ കാണും. നമ്മളതിനെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിക്കേണ്ട ആവശ്യം നമുക്കാണ്. അതിന് ഫസ്റ്റ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയെ ശ്രദ്ധിക്കുക എന്നാണ്. നമ്മുടെ ചിന്ത, നമ്മൾക്ക് എന്ത് ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ കൂടി പോകുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നെഗറ്റീവ് തോട്ട്സ് ആണോ അതേ പോസിറ്റീവ് തോട്ട്സ് ആണോ നമ്മുടെ ഉള്ളിൽ കൂടി പോകുന്നതെന്ന് നമ്മളൊന്ന് ചിന്തയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെഗറ്റീവ് ചിന്തയാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. അപ്പം നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. നമ്മൾ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ ശ്രദ്ധിച്ച് നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നതെങ്കിൽ ആ നെഗറ്റീവ് കാര്യങ്ങൾ മാറ്റിയിട്ട് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്യണം. നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്തെ ഒന്നാണ് നമ്മുടെ വാക്ക്. നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ പറയണത് എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, എനിക്ക് ഓർമ്മക്കുറവാണ്, എനിക്ക് ആ കാര്യം ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള നമ്മളോട് പറയുന്ന നെഗറ്റീവ് ചിന്തകൾ, നമ്മളോട് മാത്രമല്ല നമ്മൾ പുറത്ത് പറയുന്നതുമായിട്ടുള്ള നെഗറ്റീവ് ചിന്ത, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊക്കെയുള്ള നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുക. എന്നിട്ട് നമുക്ക് പകരം നമ്മുടെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുക. അതിന് നമുക്ക് പോസിറ്റീവായിട്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇല്ല എന്നുള്ള വാക്കാണ് നമ്മൾ കൂടുതൽ ആവർത്തിക്കുന്നതെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്നത് ഇല്ലായ്മകളായിരിക്കും. നമ്മൾ എന്തുണ്ടെങ്കിലും നമുക്ക് ദാരിദ്ര്യം മാറുന്നില്ല, നമുക്ക് കഷ്ടപ്പാട് മാറുന്നില്ല എന്നൊക്കെയുള്ള വാക്കുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവം പറയും, നീ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തഥാസ്തു, നിനക്ക് ഇത് തന്നെ സംഭവിക്കട്ടെ. കൂടുതൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ തന്നെയാണ് വന്ന് ഭവിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വരും. അല്ല നമ്മൾ ഇല്ലായ്മയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഇല്ലായ്മ തന്നെയാണ് വന്ന് ഭവിക്കുന്നത്. നമ്മുടെ വാക്കുകളിൽ ശ്രദ്ധിക്കുക. നമുക്ക് ഉള്ളതിന് അൽഹംദുലില്ല, ഇപ്പം എത്ര ചെറുതാണെങ്കിലും നമുക്കത് ഉണ്ട് എന്നുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അതുപോലെ എനിക്ക് കഴിയില്ല, എനിക്കത് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്യാം എന്നുള്ള വാക്ക് പറയണം. അതുപോലെ എനിക്ക് ധൈര്യമില്ല, എനിക്ക് പേടിയാണ് എന്നുള്ള വാക്കുകളൊക്കെ ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും പേടിയായിരിക്കും. ഇല്ല, ഞാൻ ധൈര്യവതിയാണ്, എനിക്കത് ചെയ്യാൻ കഴിയും, ഞാൻ ആ കാര്യം ചെയ്യും എന്നൊക്കെ ഉള്ള വാക്കുകൾ നമ്മളോട് തന്നെ പറയുക. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ക്യാച്ച് ചെയ്യുകയും നമുക്ക് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിയാലിറ്റി ആവും. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യവും കോൺഫിഡൻസും ഒക്കെ വന്നു ചേരും. അടുത്തൊന്നാണ് നമ്മുടെ ഇമോഷനുകളെ ശ്രദ്ധിക്കുക. നെഗറ്റീവായ ഇമോഷനാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നതെങ്കിൽ നമുക്കും ഇതുപോലെ തന്നെ ആയിരിക്കും. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും
നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വന്ന് നിറയുന്നത്. ഒന്നിനു മീതെയായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മൾക്ക് പഴയ കാര്യങ്ങളിൽ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇമോഷൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ പഴയ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതും വിഷമമുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം നമ്മുടെ നെഗറ്റീവായിട്ട് ഇമോഷൻ കൊടുത്തിരിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വന്ന് ഭവിക്കുകയും വീണ്ടും വീണ്ടും നമ്മൾ ദുഃഖമുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ വരുത്തി വയ്ക്കുന്നതെല്ലാം ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ദുഃഖവും അതുപോലെ പ്രാരാബ്ധവും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഇമോഷനുകളെ ശ്രദ്ധിച്ച് നമ്മുടെ സന്തോഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതൊന്ന് കുറേശ്ശെ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കും. ചെറിയ ചെറിയ പടികളായിട്ട് എടുത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് മാറ്റം കൊണ്ടുവരാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.